യെശയ്യാ പ്രവചനം 11 അധ്യായം 4 വാക്യം. അവൻ ദരിദ്രന്മാർക്ക് നീതിയോടെ ന്യായം പാലിച്ചു കൊടുക്കുകയും ദേശത്തിലെ സാധുക്കൾക്ക് നേരോടെ വിധി കൽപ്പിക്കുകയും ചെയ്യും. ലോകത്തിലെ നിയമ സംവിധാനങ്ങൾ വളരെ വിചിത്രമാണ്. സാധാരണക്കാരും ദരിദ്രരുമായ ബഹുഭൂരിപക്ഷം പേർക്കും അവർ നേരിടുന്ന പ്രശ്നങ്ങളിൽ നീതി ലഭിക്കാൻ കഴിയാതെ വണ്ണം അവ അകലെയാണ്. ഒരു കാരണവുമില്ലാതെ ദ്രോഹിക്കപ്പെടുന്ന ദരിദ്രന്മാർ നീതിക്ക് വേണ്ടി നിയമപാലകരുടെ അടുക്കലും നീതിന്യായ കോടതികളിലും എത്തിയാലും അവർക്ക് ഒരു പ്രയോജനവും പലപ്പോഴും കിട്ടുകയില്ലെന്ന് മാത്രമല്ല, അവർ കൂടുതൽ ഉപദ്രവിക്കപ്പെടുകയും ചെയ്യുന്നു. ഫ്രഞ്ച് നോവലിസ്റ്റായ ബൽസാക്ക് പറഞ്ഞിരിക്കുന്നത്, നിയമങ്ങൾ ചിലന്തി വല പോലെയാണ്, അതിലൂടെ വലിയവ കടന്നു പോവുകയും ചെറിയവ കുടുങ്ങുകയും ചെയ്യുന്നു. എന്നാൽ എല്ലാ ന്യായാധിപന്മാർക്കും മുകളിൽ ഒരു നീതിമാനായ ന്യായാധിപതിയുണ്ട്. സ്വർഗീയ കോടതിക്ക് മുഖപക്ഷമില്ല. അവിടെ ധനവാനായതിനാലും സമൂഹത്തിൽ സ്വാധീനമുള്ളതിനാലും രക്ഷപ്പെടാൻ കഴിയുകയുമില്ല. ദരിദ്രനാകയാൽ നീതി ലഭിക്കാതിരിക്കുകയുമില്ല. ദൈവത്തിൻ്റെ കണ്ണുകൾ സകലവും കാണുന്നുവെന്നതിനാൽ അവിടെ സാക്ഷികളുടെ ആവശ്യമില്ല, കള്ളസാക്ഷികൾക്ക് ഇടവുമില്ല. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ നിൽക്കേണ്ടി വരുമെന്ന് 2 കൊരിന്ത്യർ 5:10 പൗലോസും, ഓരോരുത്തരും അവനവൻ്റെ പ്രവൃത്തികൾക്കടുത്ത വിധി ഉണ്ടായി എന്ന് വെളിപ്പാട് 20:12 യോഹന്നാനും എഴുതിയിരിക്കുന്നു. ഈ നീതിയുള്ള ന്യായാധിപതിയിൽ നമുക്ക് പ്രത്യാശ വയ്ക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.